2024 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെ മുൻനിർത്തിയുള്ള ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷൻ ആണ്. ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ നിന്നുള്ള ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക്. ചോദ്യം ആദ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിഗ്രി പ്രിലിംസ് 2021 ഫേസ് 1 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി കോഡ്, ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡ് 075/21 കോഡ് എയിലെ 18ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഒന്ന് വായിക്കുക, ഞാൻ വായിച്ചു തരാം. വിച്ച് among the following measures will reduce the supply of money in the economy? സിസ്റ്റത്തിലെ പണത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കുറയ്ക്കുന്ന നടപടികൾ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതൊരു കൺസെപ്ച്വൽ ഏരിയ ആണ്. ഇത് കൃത്യമായിട്ട് സിലബസിൽ നിന്നും സിലബസിനെ ഹോണർ ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇതാണ് ഡിഗ്രി പ്രിലിംസിന്റെ എക്കണോമിക്സിന്റെ സിലബസ്. ഓക്കെ, ഈ സിലബസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ RBI ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് പഠിക്കുമ്പോൾ RBIക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കോമ്പാറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, സോ RBIയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സാധാരണ പറയാറുണ്ട് എക്കണോമിക് ഗ്രോത്തിനെക്കാളും പ്രാധാന്യം സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എങ്കിൽ, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഇൻഫ്ലേഷൻ പ്രോൺ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ RBI വിത്ത് ഇറ്റ്സ് മോണിറ്ററി പോളിസീസ്, RBIയുടെ മോണിറ്ററി പോളിസീസ് ഉപയോഗിച്ചുകൊണ്ട് RBI സദാ ഇൻഫ്ലേഷനെ കോമ്പാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ RBIയുടെ ഫങ്ഷൻസിലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇൻഫ്ലേഷനെ കോമ്പാറ്റ് ചെയ്യുന്ന മോണിറ്ററി ഫങ്ഷൻസ് സിലബസിൽ അടങ്ങിയിട്ടുണ്ട്, സിലബസിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ 8 പ്രിലിംസ് എക്സാം ആണ് നടന്നത്. 2021, 22, 23 3 പ്രിലിംസ് 8 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. സോ വി ഹാവ് 8 ക്വസ്റ്റ്യൻസ് ഇൻ അവർ ഹാൻഡ്. ഈ 8 ക്വസ്റ്റ്യൻസിൽ നിന്ന്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എക്കണോമിക്സിൽ നിന്ന് ഈ ഒരു പോർഷനെ അഡ്രസ് ചെയ്ത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമുണ്ട്. ചോദിക്കുന്ന ഇതാണ്, RBI ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്ന അടിസ്ഥാനത്തിലാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനും സെയിം ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്യും. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷനിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ പിടിയിട്ട് ശ്രദ്ധിച്ചേ. RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള മെഷേഴ്സ് ആണ്. സിസ്റ്റത്തിലെ പണത്തിന്റെ ഒഴുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് RBI ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് പ്രയോഗിക്കുന്നത്. ഓക്കെ, സോ RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിന്റെ സ്വഭാവം 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് പ്രയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് ക്യാഷ് ഇൻജക്ട് ചെയ്യും. RBI ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് അല്ലെ എക്കണോമിയിൽ നിന്ന് ക്യാഷ് അബ്സോർബ് ചെയ്യും. അപ്പൊ RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിന്റെ ഫലം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിന്റെ ഇമ്പാക്ട് 2 രീതിയിലാണ്. ഒന്നുകിൽ അത് ഇഞ്ചക്ഷൻ ഓഫ് കറൻസി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഓഫ് മണി ആവാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് മണി ആകാം. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് RBI ഇഞ്ചക്ട് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് RBI അബ്സോർബ് ചെയ്യുന്നത്, അതും കൂടെ പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ സിസ്റ്റത്തിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഇല്ല. എക്കണോമിക് ഗ്രോത്ത് അഫക്റ്റഡ് ആണ്, സാമ്പത്തിക വളർച്ചയെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. സപ്ലൈ സൈഡ് ഡിമാൻഡ് സൈഡും ഒക്കെ ഹിറ്റാണ്. അപ്പൊ അവിടെ എസെൻഷ്യൽ ആയിട്ടൊരു ക്യാപിറ്റൽ വേണം. ഓക്കെ, ആസ് എ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ പണത്തിന്റെ ആവശ്യകതയുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് RBI എടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഇഞ്ചക്ഷൻ ആയിരിക്കും. അതായത് RBI സിസ്റ്റത്തിലേക്ക് പണത്തെ എന്ത് ചെയ്യും, ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ സിസ്റ്റത്തില് ഈ പറയുന്നത് പോലെ എക്സസ് ലിക്വിഡിറ്റി ആണ്. സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോ കൂടുതലാണ്, ലിക്വിഡിറ്റി കൂടുതലാണ്. ഈ എക്സസ് ലിക്വിഡിറ്റി കാരണം ഡിമാൻഡ് ഡ്രിവൺ ഇൻഫ്ലേഷൻ, ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം സംഭവിക്കുന്നു. അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോ ഇൻഫ്ലേഷണറി ആയി തീർന്നിരിക്കുന്നു. അപ്പം സിസ്റ്റത്തിൽ ഒരു പരിധിക്കപ്പുറം ഇൻഫ്ലേഷൻ പാടില്ല. അപ്പം ഇൻഫ്ലേഷന് കാരണമായ ഈ എക്സസ് കറൻസി അബ്സോർബ് ചെയ്യും. അപ്പൊ പെട്ടെന്നൊന്ന് ആലോചിച്ചേ, RBI ഇഞ്ചക്ട് ചെയ്യും, RBI അബ്സോർബ് ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിൽ അബ്സോർബ് ചെയ്യുന്നത്? RBI സഫീഷ്യന്റ് എക്കണോമിക് ഗ്രോത്ത് സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കറൻസി ഇഞ്ചക്ട് ചെയ്യും. സിസ്റ്റത്തില് ഇൻഫ്ലേഷണറി ട്രെൻഡ്സ് ആണ്, എക്സസ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ആ ഇൻഫ്ലേഷന് കാരണമായ ആ എക്സസ് മണീനെ അങ്ങ് അബ്സോർബ് ചെയ്യും. സോ ഇഞ്ചക്ഷനും അബ്സോർപ്ഷനും. ഓക്കെ, ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് പ്രയോഗിച്ചാലുള്ള റിസൾട്ട്. ഒന്നുകിൽ ഇഞ്ചക്ഷൻ ഇൻ നേച്ചർ ആകാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഇൻ നേച്ചർ ആകാം. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യനില് RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറായ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ്? RBIയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറായ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? അറിയാത്തവർ പെട്ടെന്നൊന്ന് എഴുതിയെടുക്കുക, വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുത്താൽ മതി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു buying and selling of government securities. Open market operation refers to buying and selling of government securities. RBI government securities വിറ്റുകൊണ്ടും
ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കൊണ്ടും സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോയെ അല്ലെ ലിക്വിഡിറ്റിയെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി കുറെ നേരമായിട്ട് നമ്മൾ സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമി എന്നൊക്കെ പറയുന്നുണ്ട്. സോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെരി ഇമ്പോർട്ടന്റ്, ഇതാണ് ഈ ഒരു സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കണം. സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിയിൽ ഗവൺമെന്റ് ഉണ്ട്, ബാങ്കുകളുണ്ട്, പബ്ലിക് ഉണ്ട്. ഓക്കെ, സിസ്റ്റത്തിൽ ആരില്ല? സിസ്റ്റത്തിൽ RBI ഇല്ല. RBI എവിടാണ്? സിസ്റ്റത്തിന്റെ വെളിയിലാണ്. RBI എവിടാണ്? സിസ്റ്റത്തിന്റെ വെളിയിലാണ്. ഓക്കെ, അപ്പൊ സിസ്റ്റത്തിന്റെ വെളിയിലുള്ള ഒരാൾക്ക് മാത്രമല്ലേ സിസ്റ്റത്തിനുള്ളിലെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ എക്കണോമിയിലെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ സിസ്റ്റത്തിന്റെ വെളിയിലുള്ള RBI സിസ്റ്റത്തിന്റെ ഉള്ളിലെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ആവശ്യത്തിന് പണം ഇല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് പണം ഇഞ്ചക്ട് ചെയ്യാനുള്ള നടപടിയെടുക്കും. സിസ്റ്റത്തിൽ അനാവശ്യമായിട്ട് പണമുണ്ട്, അത് സിസ്റ്റത്തിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പണത്തെ അബ്സോർബ് ചെയ്യും. മനസ്സിലാക്കിക്കോ, ഇതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാഷ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇഞ്ചക്ട് ചെയ്തുകൊണ്ടും അബ്സോർബ് ചെയ്തുകൊണ്ടും RBI സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇത്തരം നയങ്ങളെ വിളിക്കുന്ന പേരാണ് മോണിറ്ററി പോളിസീസ്. അറിയാത്തവർ എഴുതി വെച്ചോ. മോണിറ്ററി പോളിസീസ് ആർ kind of economic policies which have to do with the cash flow in the economy അല്ലെങ്കിൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ RBI സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോയെ എന്ത് ചെയ്യുന്നു? അഡ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ RBI സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അതിന് ഞാൻ പറഞ്ഞ ഈ ക്ലൂ നിങ്ങൾ ഓർത്തിരിക്കണം. ഒരാൾക്ക് സിസ്റ്റത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ടല്ലേ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ RBI എന്തിന്റെ ഭാഗമല്ല? സിസ്റ്റത്തിന്റെ ഭാഗമല്ല RBI എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്തേ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ പറഞ്ഞില്ലേ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്താ ഏതാണെന്നൊന്നും തൽക്കാലം നിങ്ങൾ ചിന്തിച്ച് തല പോയിക്കേണ്ട. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ക്ലാസ് എടുക്കാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് വിറ്റുകൊണ്ടും അതുപോലെ വാങ്ങിക്കൊണ്ടും സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യും. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ RBI ഉണ്ട്, സിസ്റ്റം ഉണ്ട്. RBI ആൻഡ് സിസ്റ്റം അല്ലെ? RBI സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും വിറ്റു. RBI സെൽ സംതിങ്. നിങ്ങൾക്കറിയാം ഇവിടെ വിറ്റത് എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് വിറ്റത്. വിറ്റത് എന്തോ ആയിക്കോട്ടെ. നിങ്ങളിപ്പോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മനസ്സിലാക്കണ്ട. എന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടൊന്ന് പറഞ്ഞേ, വിറ്റതിന്റെ അല്ലെ വാങ്ങിയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ക്യാഷ് ഫ്ലോ? അല്ലെ നിങ്ങൾ ചിന്തിച്ചേ. നിങ്ങൾ ചെരുപ്പ് വാങ്ങുന്നു, നിങ്ങൾ ചെരുപ്പ് വാങ്ങി, ക്യാഷ് ഫ്ലോ എങ്ങോട്ടാ? നിങ്ങൾക്ക് ചെരുപ്പും ക്യാഷ് ഫ്ലോ അത് വിറ്റ ആൾക്കും അല്ലേ? അപ്പൊ ഈ ലോജിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വിൽക്കുന്നു. ഓക്കെ, നിങ്ങൾ കുറച്ച് തേങ്ങ കൊണ്ട് ചെന്ന് നിങ്ങളുടെ അവിടുത്തെ മാർക്കറ്റ് വിൽക്കുന്നു, ചന്തയിൽ വിൽക്കുന്നു. ഓക്കെ, തേങ്ങ വിറ്റ് കഴിഞ്ഞാൽ തേങ്ങ നിങ്ങൾ വിറ്റു, ക്യാഷ് ഫ്ലോ എങ്ങോട്ടാ? നിങ്ങളുടെ നേരെ. അപ്പൊ നിങ്ങൾക്ക് വേണേൽ പഠിച്ചു വെക്കാം. ലോജിക്ക് മാത്രം മനസ്സിലാക്കുക. എന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിപരീത ദിശയിലായിരിക്കും എന്ത്? ക്യാഷ് ഫ്ലോ. കാരണം ഈ ഇൻഫർമേഷനൊക്കെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ആവശ്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സിസ്റ്റത്തിലേക്ക് വിറ്റെന്ന് വിചാരിക്കുക. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? നിങ്ങൾ പറ, ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സിസ്റ്റത്തിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് അബ്സോർപ്ഷൻ ആയിരിക്കും. അതായത് RBIയുടെ നേർക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നത്? RBIക്ക് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യണം, അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കും. വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്യാഷ് എങ്ങോട്ട് പോകും? RBIയിലോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എങ്കിൽ
സിസ്റ്റത്തിൽ ഇൻഫ്ലേഷണറി ട്രെൻഡ് ഉണ്ട് എങ്കിൽ അതിന്റെ കാരണം എക്സസ് ലിക്വിഡിറ്റി ആണ് എങ്കിൽ ആ എക്സസ് ലിക്വിഡിറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി RBI എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കും. സിമിലർലി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുന്ന സാഹചര്യം ആലോചിച്ച് എക്കണോമിയിൽ നിന്നല്ലേ സിസ്റ്റത്തിൽ നിന്ന് RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങി പർച്ചേസ് ചെയ്തു. വിറ്റാലും വാങ്ങിയാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ എങ്ങോട്ടാ വാങ്ങിയത്? RBI വാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ സിസ്റ്റത്തിലോട്ട്. ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ സിസ്റ്റത്തിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ഇവിടെ ക്യാഷ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയല്ലേ ചെയ്തത്? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഏത് സാഹചര്യത്തിലായിരിക്കും RBI ഇഞ്ചക്ട് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. സഫീഷ്യന്റ് എക്കണോമിക് ഗ്രോത്ത് ഇല്ല, ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും ഒക്കെ ഹിറ്റ് ആണ്, എക്കണോമിക് സ്റ്റാഗ്നൻസി ആണ്, മന്ദീഭവിച്ചിരിക്കുകയാണ്. അപ്പൊ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റത്തിലേക്ക് RBI പണം ഇറക്കുന്നതിന് വേണ്ടി RBI എന്ത് ചെയ്തു? RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തു. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതിൽ 2 ആക്ഷനും ഉണ്ട്. ഏതൊക്കെ രണ്ട് ആക്ഷൻ? അബ്സോർപ്ഷനും ഉണ്ട്, ഇഞ്ചക്ഷനും ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇത്രയും ഇൻഫർമേഷൻ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ABCD എന്ന് നിങ്ങളുടെ വർക്കൗട്ട് ഷീറ്റിൽ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യണം. OMRലല്ല, വർക്കൗട്ട് ഷീറ്റിൽ. ചോദ്യം എന്താണ്? വിച്ച് among the following measures will reduce the supply of money in the economy എന്നാണ് ചോദ്യം. അല്ലെ? അപ്പൊ ക്യാഷ് ഫ്ലോ കുറയ്ക്കുന്ന നടപടികൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ക്യാഷ് ഫ്ലോ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ക്യാഷ് ഫ്ലോ അബ്സോർബ് ചെയ്യാന്നല്ലേ അർത്ഥം. RBIയുടെ ഏതൊക്കെ നടപടികളുടെ ഭാഗമായിട്ട് സിസ്റ്റത്തിൽ ക്യാഷ് ഫ്ലോ കുറയുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI. ഇതെന്താണ്? ഇതൊരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞേ? RBI സിസ്റ്റത്തിൽ നിന്നും എന്ത് ചെയ്തു? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ RBI എന്ത് ചെയ്യും? ക്യാഷ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു തുല്യമാണ്? ഇഞ്ചക്ഷന് തുല്യമാണ്. സിസ്റ്റത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ കുറയോ കൂടുവോ? RBI സിസ്റ്റത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോ കൂടുവല്ലേ? സോ ഓപ്ഷൻ എ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ച് തെറ്റല്ലേ? ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ച് റോങ് ചോയ്സ് അല്ലേ? കാരണം എന്താണ്? റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി ആണ് ചോദിച്ചിരിക്കുന്നത്, എന്തല്ല ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് മണി എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ ബി എന്താണ്? സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI എന്ന് പറഞ്ഞാൽ എന്താ? RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇതേ സാധനം തന്നെ. വിറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ABCDയിൽ A പോയിരുന്നു. വിറ്റ് കഴിയുമ്പം RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞാൽ, സിസ്റ്റത്തിലേക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനു തുല്യമാണ്? അബ്സോർപ്ഷന് തുല്യമാണ് അല്ലെ? അബ്സോർപ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ലേ? ക്യാഷിനെ അബ്സോർബ് ചെയ്തെന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ള അളവിൽ നിന്നും ക്യാഷ് ഫ്ലോ അബ്സോർബ്ഡ് ആവുമല്ലേ സിസ്റ്റത്തിന്റെ വെളിയിലേക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലെ ക്യാഷ് ഫ്ലോ കുറഞ്ഞെന്നല്ലേ അർത്ഥം? സിസ്റ്റത്തിലെ സപ്ലൈ ഓഫ് മണി കുറഞ്ഞെന്നല്ലേ അർത്ഥം? സോ ബി ശരിയാണ് ആൻസർ. ബി ശരിയാണ്. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ബോറോയിങ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം RBI. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സിസ്റ്റത്തിന്റെ വെളിയിലുള്ള RBIയിൽ നിന്നും സിസ്റ്റത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നു? കടം വാങ്ങിയിരിക്കുന്നു. അപ്പൊ പണത്തിന്റെ ഒഴുക്ക് എവിടുന്ന് എങ്ങോട്ടാ? പണത്തിന്റെ കടമാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് തല പോയിക്കണ്ട. പണത്തിന്റെ ഒഴുക്ക് എവിടുന്ന് എങ്ങോട്ടാണ്? RBIയിൽ നിന്ന് സിസ്റ്റത്തിലേക്ക്. അപ്പൊ എന്താണ്? അത് ക്യാഷ് ഫ്ലോ കൂട്ടുവല്ലേ ചെയ്യുന്നത്, ലിക്വിഡിറ്റി കൂട്ടുവല്ലേ ചെയ്യുന്നത്, സപ്ലൈ ഓഫ് മണി കൂട്ടുവല്ലേ ചെയ്യുന്നത്. ഇവിടെ കുറയ്ക്കുന്ന നടപടികളല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിയും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി എന്താ? ഇതൊന്നും അല്ലെന്നല്ലോ, ബി ആണല്ലോ ആൻസർ. അതുകൊണ്ട് ഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബോംബെ. ഇവിടെ പഠിക്കാനുള്ള എളുപ്പത്തിന് ആന്ധ്ര, ബോംബെ, ചെന്നൈ, ഡൽഹി. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ബോംബെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിശദമായ ക്ലാസ് നമ്മുടെ ബാച്ചിൽ മണി ആൻഡ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻസും നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇനി ഇങ്ങനെയാണ് കാര്യം എന്നിരിക്കെ ഈ ഏരിയ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, വേരിയബിൾ റിസർവ് റേഷ്യോ ഉണ്ട്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഉണ്ട്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്.
സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ. സോ കേരള PSCയും UPSCയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളും ഇതേ ഫോർമാറ്റിൽ ഇതേ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അത്തരത്തിലൊരു ചോദ്യം തരാം. ഇത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇതിന്റെ ആൻസർ ഇടണം. ഇതിന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക, കമന്റ് ആയിട്ട് ഇതിന്റെ ആൻസർ കറക്റ്റ് ഏതാണെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് സെഷനിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സോൾവ് ചെയ്ത് തരാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും PYQ സെഷൻ, എല്ലാ സബ്ജക്റ്റിന്റെയും PYQ സെഷൻ തുടർന്ന് അങ്ങോട്ട് കാണും. ഡിഗ്രി പ്രിലിംസിന് മുന്നേ നാളെ ഇതുവരെ ഡിഗ്രി പ്രിലിംസിൽ കോർ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ, യൂട്യൂബ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ സെഷൻ എൻജോയ് ചെയ്തു, പ്രയോജനപ്പെടുത്തി എന്ന് വിശ്വസിക്കുകയാണ്. ഇത് കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കമന്റ് ഇടണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.